കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ ഉമാ തോമസ് എം.എൽ.എ താഴെ വീഴുന്നതിന്റെ ദൃശ്യം പുറത്തുവന്നു. ഗാലറിയിൽ നടക്കവേ കാൽ മടങ്ങിയതിനെ തുടർന്നാണ് ഉമാ തോമസ് താഴെ വീണത്. സീറ്റുകൾക്ക് ശേഷം ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ മാത്രമുള്ള സ്ഥലമാണ് ഗാലറിയിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഈ അപകട ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത് ഈ ഒരാളല്ലേ അവിടെ വീണുള്ളൂ എന്ന് തോന്നിപ്പോവും. ആ വിധത്തിലാണ് ആ സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരാൾക്ക് നിന്ന് തിരിയാനിടമില്ലാത്ത വണ്ണത്തിൽ ഒരു സ്റ്റേജ്, അതും ഇത്രയും പ്രായമുള്ള മനുഷ്യരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്തൊരു ബുദ്ധിശൂന്യതയാണ് കാണിച്ചതെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആ ദൃശ്യങ്ങൾ. തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഒരാൾക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഇതുപോലുള്ള റിബൺ ബാരിക്കേഡുകളാണ് അവിടെ സ്ഥാപിച്ചിരുന്നത്. അതായത് ഈ റിബൺ ബാരിക്കേഡും ഈ കസേരയും തമ്മിൽ ചെറിയൊരു അകലം, അതായത് ഒരാൾക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള അകലം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ ഇത്തരം പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലേക്ക് നിൽക്കുന്ന ആളുകൾക്കൊരു അവിടെ ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയും ആ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ആളുകൾ വരാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു റിബൺ ബാൻഡ് സ്ഥാപിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഈ പൊതുവേദിയിൽ ഈ ഇങ്ങനെയുള്ള റിബൺ ബാൻഡ് സ്ഥാപിച്ചത് വലിയ ബുദ്ധിശൂന്യത തന്നെയാണ്. മാത്രമല്ല അവിടെ എത്തിയിരുന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഇത് മനസ്സിലാകുമായിരുന്നു. ഒരാൾ നടന്നു പോയാൽ എപ്പോൾ വേണമെങ്കിലും നിലത്തേക്ക് വീഴുക. ഇതൊക്കെ കാണാൻ കഴിയും. നമുക്കിത് ഇങ്ങനെയാണ് ഈ കാണുന്ന സ്ഥലത്ത് ഇത്രയും ഒരു വീതി പോലും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു വീതി പോലും ഇല്ലാതെ ഈ റിബൺ ബാൻഡ്, ഇത്തരത്തിലുള്ള ഒരു റിബൺ ബാൻഡ് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ റിബൺ ബാൻഡിൻ്റെ ഇടയിലൂടെ വേണം ആളുകൾ നടന്നു പോകാനായിട്ട്. അവിടെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം സംഭവിച്ചത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമാ തോമസ് അല്ലായിരുന്നു അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയെ കാണുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് ഉമാ തോമസ് വീണത്. സിറ്റി പോലീസ് കമ്മീഷണർ പോലും വീഴേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾ മാത്രം വീണതിൽ നമ്മൾക്ക് ഒരാൾ അവിടെ വീണുള്ളൂ എന്നുള്ളതാണ്. പകരം അവിടെ നൂറുകണക്കിന് ആളുകൾ വീഴേണ്ടിയിരുന്ന ഒരു വേദിയായിരുന്നു അത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള തിക്കും തിരക്കും അങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ നൂറുകണക്കിന് ആളുകൾ, പ്രധാനപ്പെട്ട VIP എല്ലാവരും തന്നെ അവിടെ നിലത്തേക്ക് വീഴേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. എന്തൊരു ബുദ്ധിശൂന്യതയാണ് ഇത്! കണ്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലും ഇക്കാര്യം ധരിപ്പിച്ചില്ല എന്നുള്ളത് അതിലും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ, മന്ത്രിമാർ, MLA മാർ എല്ലാവരും പങ്കെടുക്കുന്ന വേദി, ആ വേദിയിലേക്ക് ഇത്രയും വലിയ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെ കസേര ഇട്ടിരിക്കുന്നു. ആ കസേര ഇട്ടപ്പോൾ ആളുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് വിളിച്ചു പറയാനുള്ള അല്ലെങ്കിൽ ധരിപ്പിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അവിടെ എത്തിയിരുന്ന ആരും കാണിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ മനുഷ്യർക്കാർക്കും ഉണ്ടായില്ല എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുകയാണ് ലക്ഷ്മി. ശരിയാണ് സഹിൻ, അവിടെ അനധികൃതമായാണ്, അപേക്ഷയിൽ പറഞ്ഞതിന് വിരുദ്ധമായാണ് സ്റ്റേജ് നിർമ്മിച്ചത്. അതൊക്കെ മാറ്റിവെക്കാം. അത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളോ ക്രമക്കേടുകളോ ഒക്കെ തന്നെ മാറ്റിവെച്ചാൽ തന്നെയും ബേസിക്കായും മനുഷ്യൻ പാലിക്കേണ്ട ഒരു സുരക്ഷയെക്കുറിച്ചുള്ള ചിന്ത അത് അവിടെ ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ പരിപാടിയുടെ സംഘാടകർക്ക് പോട്ടെ, അത് പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതിനൊപ്പം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചൊക്കെ ഇപ്പോൾ കാര്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സഹിൻ? എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. സാമ്പത്തികമായ ചില ഇടപാടുകളെക്കുറിച്ച് പോലീസ് ശക്തമായി തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ മൃദംഗ വിഷൻ്റെ അക്കൗണ്ടുകൾ പൂർണ്ണമായിട്ടും ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പോലീസ്. ഒപ്പം തന്നെ സെയിൽസ് ടാക്സും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ MD നികേഷ് കുമാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹാജരാകും. ഇപ്പോൾ നമ്മളുള്ളത് റിനൈ മെഡിസിറ്റിയിലാണ്. ഉമാ തോമസിന്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പനേരത്തിനുള്ളിൽ വിശദീകരിക്കും. കൂടാതെ ഇന്ന് ഈ സുപ്രധാനമായ പ്രതികൾ എല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഒരു നോട്ടക്കുറവിൻ്റെ ഇരയായി മാറുകയായിരുന്നു അവിടെ ഉമാ തോമസ് എന്നുള്ളത് വ്യക്തമാണ്.
അങ്ങനെ സാധാരണ ഉമ എങ്ങനെ വീണു എന്നുള്ളത് ആ ഘട്ടത്തിൽ എല്ലാവരും സംശയിച്ചിരുന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം വീണതാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് കൃത്യമായി കാര്യം പറയുന്ന, വളരെ കൃത്യമായി വ്യക്തമാകുന്ന വിഷ്വൽ തന്നെയാണ്. അവരുടെ കാല് ജസ്റ്റ് ഒന്ന് മടങ്ങുകയാണ്, അപ്പം തന്നെ നിലത്തേക്ക് വീഴുന്നു, സ്റ്റേജിന് വെളിയിലേക്ക് വീഴുന്നു. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഭയം തോന്നുന്ന വിഷ്വൽ തന്നെയാണ് സഹിൻ. അത് ഈ വിഷ്വൽ അത് CCTV ദൃശ്യമാണോ അതോ ക്യാമറയിൽ പകർത്തിയതാണോ? ഈ ദൃശ്യം വളരെയധികം ആ അപകടത്തിൻ്റെ ഒരു ഗൗരവം വ്യക്തമാക്കുന്നതാണ്. സഹിൻ, ഈ വിഷ്വൽ എവിടെ നിന്നുള്ളതാണ്? അതായത് ഈ വിഷ്വല്, ഈ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാൾ അയാളുടെ മൊബൈൽ ഫോണിൽ പകർത്തിയതാണ്. പിന്നീട് അയാൾ അത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങൾ അവിടെ പങ്കെടുക്കാനെത്തിയ, ഈ പരിപാടി കാണാനെത്തിയ ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോട്ടക്കുറവിൻ്റെ പ്രശ്നം തന്നെയാണ് ഇതിൽ പറയേണ്ടി വരിക. കാരണം ഇത്രയും ചേർത്ത് കസേരയിടുന്നു. അങ്ങനെ അത്രയും ചേർത്ത് കസേര ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യം, ലക്ഷ്മി ഇതാ നോക്കൂ, ഇവിടെ നിൽക്കുന്ന ഇതൊരു റിബൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡാണ്. ഈ ബാരിക്കേഡിൽ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞ് നിലത്തേക്ക് വീഴാം. ഇതിൽ നമുക്ക് കാര്യമായൊന്നും പിടിക്കാൻ പോലും കഴിയില്ല. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ബാരിക്കേഡിൽ കയറി ഉമാ തോമസ് പിടിക്കുന്നു. സ്വാഭാവികമായും ഉമാ തോമസ് മറിഞ്ഞു വീഴുകയല്ലാതെ മറ്റൊരു അവസ്ഥ അവിടെ വേറെ ഇല്ല. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും അത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നതും. അത്തരത്തിൽ വലിയ നോട്ടക്കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.